നിന്റെ രക്ഷയെ കരുതിയിട്ട് എനിക്ക് നിന്നോടൊരു തെറ്റ് ചെയ്യേണ്ടി വന്നു. എല്ലാം ഞാൻ നിന്നോട് പറയാം. നീ കരുതുന്ന പോലെ നീ ഒരു ഭാഗ്യം കെട്ട സ്ത്രീയല്ല. നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ഓർത്ത് എന്നും നിന്റെ മനസ്സ് വേദനിക്കാറുണ്ടല്ലോ. എങ്കിൽ നീ ഒന്ന് മനസ്സിലാക്കിക്കോ, സത്യം നീ വിചാരിച്ചതൊന്നും ആയിരുന്നില്ല. എന്റെ തെറ്റുകൊണ്ടാ നേരത്തെ അത് നിന്നെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയത്. അഭിയടുത്തി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മോളെ ബാലാമണി, നിനക്ക് എന്താ അഭിയടുത്തി? എന്താ പറയാൻ വന്നത്? പറയൂ. അഭിയടുത്തി എന്താ അഭിയടുത്തി? പെട്ടെന്ന് ഡോക്ടറെ ഒന്ന് വിളിക്കാം. നിങ്ങൾ പുറത്തേക്ക് നിന്ന്. എന്റെ മോളെന്താ പറഞ്ഞു? എന്താ മിണ്ടാ നിൽക്കുന്നത്? ഞങ്ങൾ ആരും അറിയേണ്ടാത്ത കാര്യമാണോ അഭിരാമി പറഞ്ഞത്? എന്ത് പറ്റി ബാലാമണി? എന്താ നീ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? എല്ലാവരും കൂടി ഇങ്ങനെ വട്ടം കൂടി നിന്ന് 100 ചോദ്യങ്ങൾ ചോദിച്ച് ബാലാമണിയെ വിഷമിപ്പിക്കാതെ. അഭിരാമി എന്താ പറഞ്ഞതെന്ന് നമുക്കും അറിയണ്ടേ? അഭിയടുത്ത് എന്നോടൊന്നും പറഞ്ഞില്ല. പറയാൻ അഭിയടുത്തേക്ക് പറ്റിയില്ല. അഭിരാമിയുടെ കൂടെ വന്ന ഇതിൽ കാണുന്ന മെഡിസിൻസ് എല്ലാം വാങ്ങിയിട്ട് വരണം. ആദ്യത്തെ 2 എണ്ണം ഇപ്പൊ തന്നെ വേണം. ആ സർ, ഞാനിവിടെ നിന്ന് പോവാ. എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ. ഇനി ഞാനിവിടെ നിന്ന അഭിയടുത്തി പറഞ്ഞ പോലൊക്കെ ചിലപ്പോ സംഭവിക്കും. എനിക്കത് കാണാൻ വയ്യ. അഭി എന്താ പറഞ്ഞേ? ഞാനിത് പറഞ്ഞൂടാ. പറഞ്ഞ ചിലപ്പോ അതുപോലെ സംഭവിച്ചാലോ. ഞാൻ അമ്മയും കുട്ടി പോവാ സാറ്. എന്താ അവര് പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലായില്ല. വേറൊന്നുമല്ല, 1-2 മരുന്നുകൾ വാങ്ങിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. താഴെ ഫാർമസിയിലുണ്ട്, ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരാം. സഹദേവ നിൽക്ക, പൈസ വേണ്ടേ? ഇതായിരിക്കട്ടെ. ഇതൊക്കെ ഞാൻ എൻ്റെ പെങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനെനിക്ക് കാശ് തരില്ല അച്ഛാ. അങ്ങനെ ഈ സഹദേവനെ ചെറുതാക്കല്ലേ.
വേഗം കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ അമ്മേ? ശ്ശോ, എന്തൊരു ചൂടാ ഇവിടെ. വാ അമ്മേ, നമുക്ക് കുറച്ചു നേരം കാറിൽ AC ഇട്ടിരിക്കാം. വാ. മൈഥിലി, രാസ്നാദി പൊടിയോടെ പോയി എടുക്ക്, അവിടെ എവിടെയെങ്കിലും കാണും. അങ്ങനല്ല വേണ്ടത്. പിന്നെങ്ങനാ? ഞാൻ കുളിച്ചിട്ട് വരുമ്പോ നീ അതെടുത്ത് എന്റെ തലയിൽ തിരുമ്മി തരണം. നമ്മുടെ കല്യാണം കഴിയുന്നവരെ അമ്മ നിർബന്ധമായിട്ടും അങ്ങനെ ചെയ്യുമായിരുന്നു. അമ്മയ്ക്ക് അല്ലെങ്കിലും മോനോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവും വന്നിട്ടില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അമ്മ നിന്നോട് വല്ല ഇഷ്ടക്കുറവും കാണിക്കുന്നുണ്ടോ? ഇല്ലെന്ന് അരവിന്ദേട്ടന് തോന്നുന്നല്ലേ? തോന്നലൊന്നും അല്ല, സത്യവാ. അമ്മയ്ക്ക് നമ്മൾ രണ്ടുപേരും ഒരുപോലെയാ. വെറുതെ എന്തെങ്കിലുമൊക്കെ പറയല്ലേ. അമ്മ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അരവിന്ദേട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. അരവിന്ദേട്ടാ, കണ്ടോ, അതെന്താ കാര്യമെന്ന് പോലും അരവിന്ദേട്ടൻ ചോദിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സെങ്കിലും ഒന്ന് കാണിക്കേ. ശരി, നീ എന്താന്ന് വെച്ചാ പറ. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ടും അമ്മയ്ക്ക് വലിയ സന്തോഷമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എടി, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. വെറുതെ തോന്നുന്നൊന്നും അല്ല. എന്റെ എന്തെങ്കിലും ഒരു കാര്യം അമ്മ അന്വേഷിക്കാറുണ്ടോ? ഇങ്ങനെയാണോ അമ്മമാര്? എടി, അമ്മയ്ക്ക് അമ്മയുടേതായ തിരക്കുകളുണ്ടാവും. ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്നത് ബാലാമണിയാണെങ്കിലും ചില പ്രധാനപ്പെട്ട ഫയലുകളിൽ സൈൻ ചെയ്യുന്നത് അമ്മയാ. ശരിക്കും അമ്മ പല പല കാര്യങ്ങളിൽ എൻഗേജ്ഡാ. അത് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അരവിന്ദേട്ടൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ എനിക്ക് ചിരിക്കാനാ തോന്നുന്നത്. ഈ വീട്ടിൽ താമസിക്കുന്ന എന്നെ കാണാനോ വിശേഷം ചോദിക്കാനോ അമ്മയ്ക്ക് സമയമില്ല. ബാലാമണിയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി അഭിരാമിയെ കാണാനൊക്കെ അമ്മയ്ക്ക് സമയമുണ്ട്. എടി, ഒരാൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ പിന്നെ കാണാൻ പോണ്ടേ? പൊയ്ക്കോട്ടെ, വേണ്ടെന്നാരും പറഞ്ഞില്ലല്ലോ. അഭിരാമിയോടും ബാലാമണിയോടും കാണിക്കുന്ന അതേ സ്നേഹം ഈ വീട്ടിലെ മൂത്ത മരുമോളായ എന്നോടുകൂടി കാണിക്കണമെന്നല്ലേ ഞാൻ പറയുന്നുള്ളൂ. എടി, നീ ഇങ്ങനെ ഓരോ പൊട്ടത്തരം വിളിച്ചു പറയാതെ നിന്റെ കാര്യം നോക്കി അടങ്ങി ഒതുങ്ങിയിരിക്കേ. ഞാൻ പറയുന്നതൊക്കെ പൊട്ടത്തരാ. അരവിന്ദേട്ടനെ അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നോ? ശരി, ആയിക്കോട്ടെ. തൽക്കാലം നീ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്ക. ഒക്കെ ശരിയാവും സഹദേവ, പ്രാർത്ഥിക്കുക. ഇപ്പൊ അഭിരാമിക്ക് വേണ്ടി നമ്മൾ അതാ ചെയ്യേണ്ടത്. പിന്നെ എന്തെങ്കിലും സഹായം ആവശ്യമായിട്ട് വന്നാൽ ഏത് പാതിരാത്രിക്കും വിളിക്കാട്ടോ. അതിനൊരു ബുദ്ധിമുട്ടും വിചാരിക്കണ്ട. ശരി. ഓ, സഹദേവനാ വിളിച്ചത്. അഭിരാമിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? പറയത്തക്ക യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അഭിരാമിയുടെ നില അങ്ങനെ തന്നെ തുടരുക. ഇങ്ങനൊരു അവിവേകം കാട്ടുന്നതിന് മുമ്പ് ആ കുട്ടിക്ക് അവളെ സ്നേഹിക്കുന്നവരെ കുറിച്ച് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചുകൂടായിരുന്നോ? തെറ്റ് ചെയ്തത് ഞാനായേട്ടാ. ബാലാമണിയുടെ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞാൻ അഭിരാമിയെ ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നു. ഇങ്ങനെയൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് അഭിരാമിയെ അന്ന് ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോ നീ അറിയുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാ നീ തെറ്റുകാരിയാവുന്നത്? സ്വയം ശപിച്ച് തളർന്നിരിക്കാനുള്ള സമയമല്ലേ ഇപ്പോ. ബാലാമണിയുടെ കുഞ്ഞിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള ഏക വഴി അഭിരാമിയാ. പക്ഷേ ആ വഴിയാ ഇപ്പൊ നമ്മുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്നേ. ഏട്ടാ, മനസ്സിനുണ്ടായിരുന്ന ധൈര്യമൊക്കെ എന്നിൽ നിന്ന് ചോർന്നു പോയതുപോലെ എനിക്ക് തോന്നാം. ഒരു വശത്ത് അഭിരാമി, മറുവശത്ത് ബാലാമണിയും ബാലാമണിയുടെ കുഞ്ഞും. അവരോരോരുത്തരും എന്നെ കുറ്റപ്പെടുത്തുന്നത് പോലെ ഒരു തോന്നൽ. എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഒരിക്കലും ഒരാളും നിന്നെ കുറ്റപ്പെടുത്തി ഒരു വാക്കുപോലും പറയില്ല. അതിന് ഈ ഏട്ടൻ സമ്മതിക്കില്ല സുമംഗലേ. നീ കുഞ്ഞുണ്ണിയുടെ അനിയത്തിയാ, അഴകത്ത അമ്മയാ. ഇതിനേക്കാളും വലിയ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നീ നേരിട്ടിട്ടില്ലേ? പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ തളർന്നു പോകാൻ? ഏട്ടാ, അന്നൊക്കെ അങ്ങനെ നിവർന്നു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞത് ശരി എന്റെ ഭാഗത്തായതുകൊണ്ടാ. ഇപ്പോഴും അങ്ങനെ തന്നെയാ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല സുമംഗലേ. അതുകൊണ്ട് തന്നെ നിനക്ക് കുറ്റബോധത്തിന്റെ യാതൊരു ആവശ്യമില്ല. അഭിരാമിയെ ചതിച്ചത് ആരായാലും നീ അവരെ വെറുതെ വിടരുത്.
ബാലാമണിയുടെ കുഞ്ഞിനെ കണ്ടെത്തുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതും. ഒരു പാവപ്പെട്ട പെണ്ണിനോട് കാട്ടിയ വിശ്വാസവഞ്ചനയ്ക്ക് അവർക്ക് ശിക്ഷ കിട്ടിയിരിക്കണം. എടി, അഴകത്തുകാരോട് യുദ്ധം ചെയ്യാനുള്ള ത്രാണിയൊന്നും നമുക്കില്ല. അതുകൊണ്ട് ഓരോന്നിനും ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് നീ നന്നായിട്ടൊന്ന് ആലോചിക്കും. എനിക്കൊന്നും ആലോചിക്കാനില്ല. ഉണ്ട്, ഒരുപാട് ആലോചിക്കാനുണ്ട്. രക്ഷപ്പെടാൻ അവസാനമായിട്ട് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പായത്. ഇത് വിട്ടുകളെ എന്നെ കൊണ്ട് കഴിയില്ല. നീ ഇങ്ങനെ ദുർവാശി കാണിക്കല്ലേ. ഇങ്ങനെയൊന്നും ചെയ്യുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടില്ല. അതറിയായിരുന്നെങ്കിൽ പിന്നെ കുഞ്ഞിനെ വളർത്താൻ പറ്റുമോ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോ നിങ്ങൾ സമ്മതിച്ചെന്തിനാ? പറ്റില്ല എന്ന് അന്നേ അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? ഈ കുഞ്ഞിനെ കൊണ്ട് ഇനിയുള്ള കാലം ജീവിക്കാമെന്നുള്ള ഉദ്ദേശത്തോടെയല്ല ഞാനിതിനെ വളർത്താമെന്ന് പറഞ്ഞത്. ഇത് ഞാൻ മുമ്പേ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ശരി, ആയിക്കോട്ടെ. നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടല്ല കുഞ്ഞിനെ വാങ്ങിയത്. എന്തായാലും ആ കുഞ്ഞ് നമ്മുടെ കയ്യിലെത്തി. നമ്മുടെ ജീവിതം ഒന്ന് പച്ചപിടിക്കുകയും ചെയ്തു. നമ്മളായിട്ട് തുടങ്ങി വെച്ച പല കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ അവസാനിപ്പിക്കേണ്ട ഉത്തരവാദിത്വവും നമുക്ക് തന്നെയാ. മനസ്സിലായില്ലേ? എന്നാലും ഒരെന്നാലുമില്ല. അഴകത്തമ്മയുടെ കയ്യിൽ ആ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നതോടെ നമ്മുടെ ജോലി കഴിഞ്ഞു. പിന്നെ ഇതിനെ വെറുതെ അവർക്കങ്ങ് കൊടുക്കാൻ കഴിയില്ല. മാന്യമായൊരു പ്രതിഫലം അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വഴിക്ക് പോകാം. അതിനാ ഞാൻ ശ്രമിക്കുന്നത്. തടസ്സം പറയാതെ നിങ്ങളൊന്ന് കൂടെ നിന്നാൽ മാത്രം മതി. രുക്മിണി, ഞാൻ പറയുന്നത് ഇപ്പോഴും നിനക്ക് മനസ്സിലായിട്ടില്ല. എന്നെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട. രക്ഷപ്പെടാനുള്ള അവസാന കളിയാ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് പിന്മാറാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയില്ല. അതാണ് സത്യം. എന്താ മോളെ? എന്തിനമ്മേ അഭിയടുത്തെ സ്വയം അവസാനിക്കാൻ നോക്കിയത്? അതിന്റെ കാരണം എന്താണെന്ന് അമ്മയ്ക്കറിയോ? അവള് ചെയ്തതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അവൾക്ക് മാത്രമല്ലേ പറയാൻ പറ്റൂ. എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുക അമ്മേ. എടുത്ത് ഇത് സ്വയം ചെയ്തതാണോ അതോ ഇനി മറ്റാരെങ്കിലും? അമ്മയ്ക്ക് എന്താ തോന്നുന്നേ? എനിക്കറിയില്ല മോളെ, ഒന്നും എനിക്കറിയില്ല. എന്റെ അതേ അവസ്ഥയിൽ തന്നെയാണ് അമ്മേ. എനിക്കും ആ ഞെട്ടല് വിട്ടു മാറിയിട്ടില്ല. മോൾ അതൊന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കാതെ കിടക്കാൻ നോക്ക്. ഐസിയുവിലേക്ക് ചെല്ലുമ്പോ അഭിയടുത്ത് എന്നെ കണ്ട് കരയായിരുന്നു. ഏട്ടത്തിക്ക് എന്നോട് എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതൊന്നും പറയാൻ പക്ഷെ ഏട്ടത്തിക്ക് കഴിഞ്ഞില്ല. എന്നോട് വലിയൊരു തെറ്റ് ചെയ്തു എന്ന് മാത്രം പറഞ്ഞു. എത്ര ആലോചിച്ചിട്ടും അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അഭിയടുത്ത് എന്നോട് എന്ത് തെറ്റാ അമ്മ ചെയ്തത്? ചിലപ്പോ സെഡീഷനിൽ ബോധമില്ലാതെ ഓരോന്ന് വിളിച്ച് പറഞ്ഞതായിരിക്കും. അല്ലാതെ അഭിയടുത്ത് എന്നോട് എന്ത് തെറ്റ് ചെയ്യാനാ? അല്ലേ അമ്മ? അതെ മോളെ, നിന്റെ അഭിയടുത്തി നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിനവൾക്ക് കഴിയില്ല. അമ്മ എന്തിനാ വെറുതെ എന്നെ കുറ്റപ്പെടുത്തുന്നേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? എന്റെ പൊന്ന് ഗീതമ്മേ, ഇങ്ങനത്തെ സത്യങ്ങളൊന്നും ദയവ് ചെയ്ത് എന്നോട് പറയല്ലേ. അമ്മയോട് പറയാതെ പിന്നെ ഞാനിതൊക്കെ ആരോട് പോയി പറയണം? കാർത്തിക്കിനോടോ? അയ്യോ, നീ അങ്ങനത്തെ അബദ്ധമൊന്നും കാണിച്ചേക്കല്ലേ. അതമ്മ പേടിക്കണ്ട. ഞാൻ പറഞ്ഞില്ലെങ്കിലും അവനെല്ലാം അറിയാം. എന്തറിയാവുന്ന? എന്റെ പൊന്നമ്മേ, വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുവോ? ഇപ്പൊ തന്നെ നമുക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നാത്തതെന്താ? അതിനുള്ള കാരണങ്ങളില്ലാത്തതുകൊണ്ട്.
ഇങ്ങനെ ചെയ്യാൻ അഭിരാമിക്ക് എന്ത് കാരണം ഉണ്ടായിരുന്നത്? അതമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായില്ലേ? അഴകത്തെ ആ ആനന്ദുണ്ടല്ലോ, ഇവളുടെ ആ പഴയ ഭർത്താവ്, അവനുമായിട്ട് ഇവൾക്ക് ഇപ്പോഴും ബന്ധമുണ്ട്. ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിലാ അവൾ ഈ ചെയ്തത്. അഭിരാമിയുടെ ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെ കാരണം ഇതാണെന്ന് ഗീതേച്ചിക്ക് ഉറപ്പുണ്ടോ? ഉണ്ടോന്നാ ചോദിച്ചേ? ഞങ്ങൾക്കറിയാവുന്ന കാരണം പറഞ്ഞു അല്ലേ അമ്മേ? എങ്കിലേ എനിക്കറിയാവുന്ന ഒരു കാരണം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അഭിരാമിയെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ഗീതേച്ചിയാ. ഗീതേച്ചിയുടെ പീഡനം സഹിക്കാൻ വയ്യാതെയാണ് അഭിരാമി ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് ഞാൻ പറഞ്ഞാലോ? എന്താ, അതും കേൾക്കുന്നവർ വിശ്വസിക്കില്ലേ? ഗീതേച്ചി, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പെൺകുട്ടിയല്ല അഭിരാമി. അവളെ നിങ്ങൾ അല്പമെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ സമയത്ത് ഒരു തുള്ളി കണ്ണീരെങ്കിലും അവൾക്ക് വേണ്ടി നിങ്ങളുടെ കണ്ണിൽ നിന്ന് പൊഴിഞ്ഞേനെ. നിങ്ങളെ ഞാൻ കുറ്റം പറയില്ല. ആരൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിലും ആ വീട്ടിൽ അവളെ മനസ്സിലാക്കേണ്ട ഒരാളുണ്ടായിരുന്നു. ആള് പോലും അവളെ തെറ്റിദ്ധരിക്കുക ചെയ്തേ. അഭിരാമിയെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വ്യക്തമായ കാരണങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾക്കിടയിലെ സ്വരച്ചേർച്ചയില്ലായ്മ ഞങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്നൊരു വിഷയമാണ്. അതെങ്ങനെ ആനന്ദറിഞ്ഞു? എൻ്റെ അമ്മയും ചേച്ചിയും നിൽക്കുന്നു. എന്നാലും ഞാൻ പറയാ, ഞങ്ങളുടെ ബെഡ്റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഭാര്യ ആനന്ദുമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനെന്തിനു പിന്നെ അങ്ങനെ ഒരു ഭാര്യ വിശ്വസിക്കണം? മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവൾക്കൊരിക്കലും എൻ്റേതാകാൻ കഴിയില്ല. അഴകത്ത് വീടും ആനന്ദുമാണ് അവളുടെ മനസ്സിൽ. നിർത്ത്. ഇങ്ങനത്തെ വൃത്തികേടുകൾ വിളിച്ചു പറയാൻ നിങ്ങൾക്കൊരു നാണമില്ല? പറയുന്നത് സ്വന്തം ഭാര്യയെക്കുറിച്ചാ. ആ ഒരു ഓർമ്മയെങ്കിലും വേണം. ICUവിന്റെ ഉള്ളിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നത് നിങ്ങളുടെ ഭാര്യയാണെന്നുള്ള കാര്യം ഓർക്കണ്ട. പോട്ടെ, അതിനെ ഒരു മനുഷ്യജീവിയുടെ സ്ഥാനത്തെങ്കിലും കാണ്. എന്നിട്ട് അവരുടെ ജീവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഡോക്ടർ, ഞാൻ എൻ്റെ മോളെ ഒന്ന് കണ്ടോട്ടെ. ഇപ്പോൾ ആരെ അകത്തേക്ക് കയറ്റിവിടാൻ പറ്റില്ല. ഒരു തവണ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒറ്റ തവണ ഒന്ന് കണ്ടോട്ടെ ഡോക്ടർ. റിലാക്സ്. അച്ഛൻ്റെ മോളെ കാണാം, പക്ഷെ ഇപ്പോഴല്ല. ഇന്നത്തെ ഒരു ദിവസം കൂടി അങ്ങ് കഴിഞ്ഞോട്ടെ. നാളെ രാവിലെ അച്ഛന് മോളെ ചെന്ന് കാണാം. അതുവരെ ഒന്ന് ക്ഷമിക്കുക. ഡോക്ടർ എന്താ പറഞ്ഞേ? മോളെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു. നാളെ പറ്റൂന്നാ പറയുന്നേ. ആനന്ദ് ഇന്നലെ പോയില്ലേ? പോയിരുന്നു, രാവിലെ എത്തിയതാ. ഈ നേരം വരെ എങ്ങോട്ടും പോകാതിരിക്കുക. ഇന്നലെയും ഇതുവരെയും ഒന്നും കഴിച്ചിട്ടുമില്ല. അകത്ത് അവൾ ഇങ്ങനെ കിടക്കുമ്പോൾ വല്ലതും തൊണ്ടേന്ന് ഇറങ്ങുമോ സഹദേവ? ഇന്നോ നാളെയായിട്ട് അബിയുടെ അസുഖമൊക്കെ മാറും. ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്ന അബി രോഗം മാറി വരുമ്പോഴേക്കും അച്ഛൻ എവിടെയെങ്കിലും കിടപ്പാവും. അപ്പൊ അബി ഞങ്ങളെയാവും വഴക്ക് പറയാ. വന്നേ, നമുക്ക് ക്യാൻറ്റീൻ പോയിട്ട് വല്ലതും കഴിക്കാം. വാ. ഒന്നും വേണ്ട മോനെ, ഒന്നും വേണ്ട. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇവൻ്റെ കൂടെ ചെല്ല്. പോയിട്ട് വച്ചാ ചെല്ല്. വരൂ അച്ഛാ, വാ. അബി എന്തിനാണോ ഇങ്ങനെ ചെയ്തത്? തനിക്ക് എന്തെങ്കിലും അറിയാമോ? ഇതിനിടയ്ക്ക് ഒരു ദിവസം അവൾ വീട്ടിൽ വന്നിരുന്നു. അന്ന് മുഴുവൻ എൻ്റെ കൂടെ ചെലവഴിച്ചിട്ട് വൈകിട്ടാണ് അവൾ പോയത്. ഉച്ചയ്ക്ക് എനിക്കിഷ്ടമുള്ള കറികളൊക്കെ അവൾ ഉണ്ടാക്കി തന്നു. സന്തോഷമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടാ എൻ്റെ മോള് പോയത്. അവളുടെ ആ വരവിലും പെരുമാറ്റത്തിലുമൊക്കെ എന്തോ ഒരു അസ്വാഭാവികത എനിക്ക് തോന്നിയിരുന്നു. എൻ്റെ വെറും സംശയങ്ങളാണെന്ന് കരുതി ഞാനത് മനസ്സിൽ നിന്ന് വിടുകയും ചെയ്തു. കാർത്തിക്കിൻ്റെ കൂടെ അവൾ ഒട്ടും ഹാപ്പി അല്ലായിരുന്നെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു വിവാഹത്തിന് അവളെ നിർബന്ധിച്ചത് ഞാനാ. എൻ്റെ ആ തീരുമാനം എൻ്റെ മോളുടെ ഭാവി നശിപ്പിക്കുക ചെയ്തതെന്ന് ഇപ്പം എനിക്ക് ബോധ്യമായി.
അച്ഛനിങ്ങനെ വിഷമിക്കരുത്. അബിയും കാർത്തിക്കും തമ്മിൽ അച്ഛൻ വിചാരിക്കുന്ന പോലെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പിന്നെ അബിയുടെ ചെറിയ ചെറിയ ഈഗോ, അതാവാം അവർക്കിടയിലുള്ള പ്രശ്നം. ഇപ്പോ ഏതായാലും അതൊന്നും സംസാരിക്കേണ്ട സമയമല്ല. അബിക്കൊരു കുഴപ്പമുണ്ടാവില്ല, ഞാനല്ലേ പറയുന്നത്. എടോ, തനിക്ക് അഭിയെ ഏറെക്കുറെ നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. എന്നിട്ടും അവളുടെ ഈഗോ സഹിക്കാനും ക്ഷമിക്കാനും തനിക്ക് കഴിഞ്ഞില്ല. അതിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടായിരുന്നോ? തനിക്ക് എൻ്റെ മോളോട് ക്ഷമിക്കായിരുന്നില്ലേ ആനന്ദേ? അവള് വെറും ഒരു പാവമായിരുന്നില്ലേ?